ഹലോ ഗൈസ്, ഞങ്ങളെ വിഷു ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെയൊക്കെ എവിടെ വരെ ആയി? ഇതിൻ്റെ തലേ ദിവസത്തെ ഉള്ള ബ്ലോഗാണ്. അപ്പം ഞങ്ങൾ നാളത്തേക്കുള്ളത് ഇഞ്ചിക്കറിയും കാളനും പച്ചടിയൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അങ്ങനെ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയൊക്കെ വറുത്ത് കോരി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുച്ചു ഒരു ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. തൈരും കുറച്ച് ചില്ലറ കാപ്പിപ്പൊടി, കടലമാവ്, ഗോതമ്പൊടി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞു. ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പത്തേന് പിള്ളേർക്ക് പടക്കം പൊട്ടിക്കാനുള്ള ത്വര കയറിയേ. പിന്നെ ഒരു അംഗമായിരുന്നു പടക്കം പൊട്ടിക്കാനുള്ള. അതുകൊണ്ടാണ് പടക്കമൊക്കെ പൊട്ടി. ആദ്യം കുറച്ച് പടക്കത്തിന് ശബ്ദം പേടിയായിരുന്നു, പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചുമ്മാ പിന്നെ അങ്ങനെ ആഘോഷങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടാട്ടോ. എൻ്റെ തുള്ളിച്ചാട്ടോ ആഘോഷങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിഷു എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും പടക്കം പൊട്ടിക്കലും കണി കാണലൊക്കെയാണല്ലോ മെയിനായിട്ടുള്ളത്. അതിനങ്ങനെ ഒരു പ്രായം ഒരു ഘടകമാണെന്ന് തോന്നുന്നില്ല. വലിയവരും ചെറിയവരൊക്കെ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലൊക്കെ ഒരു മേളാങ്കമായിരുന്നു കേട്ടോ. കുറച്ചു നേരം നമ്മളെ തുമ്പിമോളുടെ ആദ്യത്തെ വിഷുവാണ്. ആദ്യം ഒരു 2-3 പ്രാവശ്യം പടക്കമൊക്കെ പൊട്ടിയപ്പോൾ തുമ്പിമോളൊന്ന് കരഞ്ഞിങ്ങനെ, പിന്നെ ആൾ ഉഷാറായി കേട്ടോ. പിന്നെ അവക്കും കമ്പിത്തിരി പിടിക്കാനൊക്കെ ഉള്ള ഒരു ത്വരയായിരുന്നു. ഈ സമയത്ത് ഞാൻ എൻ്റെ കെട്ടിയവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പടക്കം വിഷുവിനൊക്കെ നല്ല പൈസേൻ്റെ പടക്കം വാങ്ങി പൊട്ടിക്കൽ അറമാദിക്കലായിരുന്നു. അപ്പം പിന്നെ എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ട് വേറൊരു വൈബാണല്ലോ. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാനും കമ്പിത്തിരിയൊക്കെ എടുത്ത് കറക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ആദ്യം ഒരു ഇച്ചിരി കയ്യിലോട്ടൊക്കെ പൊള്ളി അതിൻ്റെ ഇതൊക്കെ വീണിട്ടുണ്ടായിരുന്നേ. പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നേ. ചുച്ചുമോൻ്റെ സന്തോഷം നമുക്ക് ഇന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. അവന് ഭയങ്കര പടക്കം മേടിക്കാഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കശി കേട്ടോ. വിഷുവിൻ്റെ തലേദിവസമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കശിക്ക് അതൊന്ന് പൊട്ടിക്കാണ്ടൊരു സമാധാനം. പകലായിരുന്നു മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിച്ചതൊന്ന് കാണാണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ടും ആ വൈബിലോട്ട് എത്തിയിട്ടുണ്ട്. ലാസ്റ്റൊക്കെ ആയപ്പോഴേ ഇതൊക്കെ ആയപ്പോൾ ഒന്ന് കമ്പിത്തിരിയൊക്കെ കത്തിക്കാനൊന്ന് മാറി നിന്നെങ്കിൽ അവന് പിടിക്കാനൊക്കെ ഒരു ചെറിയ ആഗ്രഹമൊക്കെ ലാസ്റ്റ് ആയപ്പോഴേ വന്നായിരുന്നു. അങ്ങനെ അവനെ കൊണ്ടും പിടിച്ച് കത്തിച്ച് തുമ്പിമോളും വന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ പടക്കമൊക്കെ കത്തിച്ച് ഞാൻ നേരെ മേലെ വീട്ടിലോട്ട് വന്നേ. താഴ്ന്നായിരുന്നു നമ്മൾ പടക്കമൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മേലെ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നാളത്തേക്കുള്ള കണിയൊക്കെ ഒരുക്കി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച്. എല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെ നാളെ വേറെ വലിയ ഇതില്ലല്ലോ, വിളക്ക് കത്തിച്ച് ഇതാക്കിയാൽ മതിയല്ലോ. അങ്ങനെ എല്ലാം ഒരുക്കി എല്ലാ സാധനവും ഞാൻ നേരത്തെ മേടിച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊന്ന് അറേഞ്ച് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ പ്രാവശ്യവും ഞാൻ കണി വെക്കാൻ കൂടുമെങ്കിൽ രാവിലെ എണീച്ച് കണി കണ്ടാൽ മതി കേട്ടോ. ഇപ്രാവശ്യം പിന്നെ ഇവിടെ തന്നെ ആയതുകൊണ്ട് കണിയൊക്കെ വെച്ച് ഞാൻ തന്നെ വിളക്ക് കത്തിച്ച് പിള്ളേരെ കാണിക്കണേ. ഏകദേശം ഒരു 1 മണി 1:30 ആയിട്ടോ ഞാൻ കണിയൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വന്നപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്.